കോഴിക്കോട് മന്ത്രിയുടെ പ്രസംഗത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷണ ക്യാമറ മാറ്റിയതിൽ LDF സ്ഥാനാർത്ഥി എളമരം കരീമിനെതിരെ പരാതി. മന്ത്രി മുഹമ്മദ് റിയാസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ സ്ഥാനാർത്ഥി നേരിട്ട് വന്ന് ക്യാമറാമാനെ സ്ഥലത്ത് നിന്ന് മാറ്റി. ക്യാമറാമാനെ മാറ്റുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. കാലം കോഴിക്കോട് നഗരത്തിലെ റോഡുകളുടെ വികാസം എടുത്ത് പരിശോധിച്ചാൽ ആ റോഡുകളെ മികവുറ്റ റോഡുകളാക്കി മാറ്റാൻ മന്ത്രിയുടെ പ്രസംഗത്തിൽ ചട്ടലംഘനമുണ്ടോ എന്നാരോപിച്ച് UDF സ്ഥാനാർത്ഥി MK രാഘവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. VS രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഇതിലെ എന്തിനാണ് ക്യാമറാമാനെ മാറ്റിയത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയം. രണ്ട്, അതിൽ ചട്ടലംഘനമുണ്ട് എന്നുള്ള ആക്ഷേപവുമായി MK രാഘവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു. എന്താണ് MK രാഘവന്റെ പരാതിയിൽ ഉള്ളത്? നികേഷ്, ഇന്നലെ കായിക താരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീം ഇലക്ഷൻ ഒബ്സർവറുടെ ക്യാമറമാനെ മാറ്റുന്നുണ്ട്, അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം അല്പസമയത്തിന് ശേഷമാണ് ആ ക്യാമറമാൻ പിന്നീട് ആ വേദി വിട്ട് ഇറങ്ങി പോവുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി MK രാഘവൻ ഇപ്പോൾ ഉന്നയിക്കുന്നതും പരാതി നൽകിയിട്ടുള്ളതും ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. കാരണം മന്ത്രി അവിടെ പ്രസംഗിച്ച കൂട്ടത്തിൽ പുതിയ വാഗ്ദാനങ്ങൾ, കോഴിക്കോട് ഒരു പുതിയ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ കായിക താരങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള വീഡിയോ രംഗം ചിത്രീകരിക്കപ്പെടാതിരിക്കാനും അത് ഡിലീറ്റ് ചെയ്യാനും വേണ്ടിയാണ് ഈ പറയുന്ന ക്യാമറമാനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ MK രാഘവൻ ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക ചുമതലയുള്ള സിവിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്ന സമയത്ത് അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ പാർട്ടിയുടെ കൊടി വെച്ചുള്ള പരിപാടി അല്ലാത്തത് കൊണ്ട് ഇലക്ഷൻ ഒബ്സർവർ അവിടെ നിന്ന് തിരിച്ചു പോന്നു എന്നുള്ളൊരു മറുപടിയാണ് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രകാരം ആ ക്യാമറാമാനെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ, അതായത് ഇവിടെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നിട്ടുണ്ടോ, എന്തിനാണ് ഈ എളമരം കരീം ഈ സ്ഥാനാർത്ഥിയെ ഈ ക്യാമറമാനെ അവിടെ നിന്ന് മാറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ളത്. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.